പിന്നെ ഇതിനകത്തൊരു കുറച്ച് കലാപമൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊന്നും ഒരു ക്ലാരിറ്റി ഒന്നിനും വരുന്നില്ല. അതായത് സെക്കൻഡ് ഹാഫ് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതിൽ ചില കൺഫ്യൂഷൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ഡയറക്ടോറിയൽ പാർട്ടിൽ അല്ലെങ്കിൽ ഒരു സ്റ്റോറി ടെല്ലിങ്ങിലൊക്കെ കുറച്ചൊരു കൺഫ്യൂസിങ് ആയിട്ട് എങ്ങനെയൊക്കെയോ പിന്നെ അതിനെ ഒന്ന് കവറപ്പ് ചെയ്ത് എടുക്കാൻ ശ്രമിക്കുന്നതാണ് എനിക്ക് തോന്നി സിനിമ. പിന്നെ വിജയരാഘവനുണ്ട്, അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ നന്നായിട്ടുണ്ട്. പിന്നെ ശാന്തി കൃഷ്ണ അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. പുള്ളിക്കാരത്തിയുടെ ക്യാരക്ടറും ഒരു ഒത്തിരി നിഗൂഢതകളൊക്കെ ഒളിഞ്ഞിരിക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് വരുന്നത്. അവിടെ ഒക്കെ ഭയങ്കര രസമായിരുന്നു. അപ്പോൾ ഈ നിഗൂഢത എന്ന് ഞാൻ എടുത്തു പറയുന്നത് ആ ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണ് ഈ സിനിമയുടെ ഒരു സംഭവമായി മാറിയത്. പക്ഷെ അത് ലാക്കായി അല്ലെങ്കിൽ അവിടെ നിന്ന് സിനിമ അങ്ങോട്ട് മാറുന്നിടത്തുനിന്ന് സിനിമയുടെ ആ ഒരു പഞ്ചങ്ങ് നഷ്ടപ്പെട്ടു. സിനിമയിൽ ത്രൂ ഔട്ട് കണക്റ്റ് ആയിരുന്ന് കണ്ട ഒരു സിനിമയാണ്. അല്ല ഒട്ടും നമുക്ക് അതിൽ നിന്ന് അങ്ങോട്ട് പുറത്ത് സിനിമയിൽ നിന്ന് വെളിയിലായി പോയില്ല. അത്രയ്ക്ക് പിടിച്ചിരുത്തി കാണിച്ച ഒരു സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ഡയറക്ടോറിയൽ സക്സസ് ആണെന്നേ പറയാൻ പറ്റത്തുള്ളൂ. അത് സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ആയിരുന്നാലും മേക്കിങ്ങിൻ്റെ ഒക്കെ ആയിരുന്നാലും എല്ലാത്തിൻ്റെയും കൂടെ ഒരു ആകമൊത്ത തുകയാണ്, അല്ലെങ്കിൽ ഒരു സിങ്ക് ആണെന്ന് പറയാം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു, 100% വർക്കായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സിനിമയ്ക്ക് ഔട്ട് ഓഫ് 10 8 റേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്തായാലും മറ്റൊരു സിനിമ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.